ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വൈനാണ്. നമുക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കാനായിട്ട് അമ്മയെ വിളിക്കുവാണ്. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. സക്സസ് ആവോ ഫെയിൽ ആവോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അമ്മയെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു. ഹലോ, നമ്മളപ്പം ഇന്ന് ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് മുന്തിരി, അതായത് ഞങ്ങളിപ്പം 1 കിലോ മുന്തിരി വാങ്ങിയിട്ടുണ്ട്, കറുത്ത മുന്തിരി. അപ്പം അത് നമ്മൾ നല്ല മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വിനീഗറൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ഭരണിയുണ്ട്, പിന്നെ ഇച്ചിരി കറുവപ്പട്ട, കറാമ്പു, ദെൻ പഞ്ചസാര, ഈസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം മോൻ പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് നമ്മളൊന്ന് ശ്രമിക്കുകയാണ്. എങ്ങനെയായാലും ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ വൈനൊന്നും റെഡിയാവുമെന്ന് തോന്നുന്നില്ല. 21 ദിവസമാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ന്യൂ ഇയർ ആകുമ്പോഴത്തേനും വൈൻ റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. അത് സക്സസ് ആവുന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇടാൻ പോണത്. നമുക്ക് ആദ്യം അതിൻ്റെ പ്രോസസ്സ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, അത് വേണ്ട ചീത്ത. ആദ്യം നമ്മൾ നമ്മുടെ ഭരണി എടുത്ത് ഇതിലേക്ക് ഭരണി ഒരു മിനിറ്റ്. ഭരണി ഇട്ടോ, 2 കൈ കൊണ്ടും പെട്ടെന്ന് ഇട്ട്. അങ്ങനെ നമ്മൾ മുന്തിരി ഇതിലേക്ക് ഇടാൻ പോവാണ്. കട്ട് ചെയ്തെടുത്തോ, ഇതിട്ടിട്ടെടുത്താൽ മതി. ഇത് ശരിക്കും ഡ്രൈ ആയതിനു ശേഷമേ ഇടാൻ പാടുള്ളൂ എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇത് ഡ്രൈ ആക്കി മതി. ഇത്രയും കുറച്ച് ബാക്കിയുണ്ട്. അതായത് 1.5 കിലോ മുന്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് നമ്മൾ അവിടെ വെച്ചു. ഇത്രയും ഇടാൻ പാടില്ല, കുറച്ച് സ്പേസ് വേണം. മതി കണ്ട, ഇത്രയും മതി. അതായത് ഇത്രയും നമ്മൾ ഇട്ടിട്ടുള്ളൂ. മുന്തിരി നിറച്ചിട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് അത് പൊങ്ങി വരികയും അത് ചിലപ്പം അതിൻ്റെ ഫങ്ഷൻ അത് ബാധിക്കുമെന്നാണ് കേട്ടത്. അതുകൊണ്ട് നമ്മൾ മൊത്തമായി ഇട്ടിട്ടില്ല, നിറച്ചിട്ടിട്ടില്ല. അതിനുശേഷം നമ്മൾ അതിൽ കുറച്ച് 2-3 കറാമ്പും ചെറിയ കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുത്തു. ജസ്റ്റ് മണത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ അതിൽ നമ്മൾ വെള്ളമല്ല, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നമ്മുടെ പഞ്ചസാര വേണ്ടത് ഇട്ട് കൊടുത്ത് കടലിൽ മറിക്കില്ലേ? അല്ല, ഒരു അമ്മയുടെ അറിയണ്ട. അതിൽ 1 കിലോന് 800 ഗ്രാം വച്ചിട്ടാണ് പഞ്ചസാര പറയുന്നത്. നമുക്കിപ്പോൾ 1 കിലോ മാക്സിമം അതിലായുള്ളൂ. ഞങ്ങളുടെ പാത്രം കുഞ്ഞു പാത്രമാണ്. ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. എന്തായാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങളെയൊക്കെ കാണിക്കും. കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് മുങ്ങാനുള്ള വെള്ളം ഒഴിക്കണം എന്നാണ്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇപ്പം ഇളക്കി കൊടുത്താൽ മാത്രം പോരാ, ഒരു 1 ഇടവിട്ട ദിവസങ്ങളിൽ നമ്മൾ ഇളക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. നാളെ വേണ്ട, ഇന്നാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റന്നാൾ. അപ്പോൾ നമ്മളൊരു മെയിൻ സാധനം ഇടണത്രേ, അതായത് നമ്മുടെ ഈസ്റ്റ്.
ഈസ്റ്റ് അര ടീസ്പൂൺ മതി. തരാം, നിനക്ക് ഇടാൻ തരാം. ഞാൻ എടുത്ത് തന്നിട്ട് കേട്ടോ. കലക്കി മിക്സ് ചെയ്യും. പുറത്തേക്ക് എടുക്കല്ലേ, അടിപൊളി. അപ്പം ഇതിന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പുറത്തേക്ക് വരുമോയെന്ന് നമുക്കറിയത്തില്ല, വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിനി എയർ ടൈറ്റൻ ചെയ്ത് കെട്ടി വെക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തല്ലോ, മിക്സ് ചെയ്ത് നമ്മൾ എയർ ടൈറ്റൻ ചെയ്ത് കെട്ടി വെക്കണം. പിന്നെ ഇതിൽ ഒഴിച്ച വെള്ളം എന്ന് പറയുന്നത് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇനി അടുത്തത് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ എയർ ടൈറ്റനായിട്ട് എയർ കയറാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് വെക്കണം. അതെടുക്കും. കൂടി നമ്മൾ എന്ത് ചെയ്യും, റബ്ബറിന് കിട്ടുന്ന അവിടെ താഴത്തേക്ക് നമ്മളിങ്ങനെ ടൈറ്റൻ ചെയ്ത് അഴിക്കാൻ പറ്റുന്ന രീതിയിൽ കെട്ടിക്കഴിഞ്ഞാൽ അത്രയേറെ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കെട്ട് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾ എയർ ടൈറ്റൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് അധികം സൂര്യപ്രകാശം ഒന്നും ഏൽക്കാത്തടുത്ത് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അധികം ലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. ഒന്നിടവിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക. അപ്പം അത് ഇനി നമ്മൾ അടുത്ത ദിവസം ഇളക്കി കൊടുക്കുന്ന ദിവസം പറ്റുന്നത് വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ 21 ദിവസത്തിന് ശേഷം വൈൻ റെഡി ആയിട്ട് കാണിക്കും. ഓക്കെ, ബൈ ബൈ.